പൗർണമി, ഈ യൂട്യൂബേഴ്സിന് പൊതുവെ ഇപ്പോൾ എത്ര നല്ല കാലമല്ലെന്ന് തോന്നുന്നു. കാരണം എവിടെ തൊട്ടാലും പെണ്ണ് കേസാണ്. പെണ്ണ് കേസ് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക തട്ടിപ്പിനേക്കാൾ കൂടുതൽ കല്യാണ മാമാങ്കങ്ങൾ നടത്തുക, അല്ലെങ്കിൽ പെണ്ണുങ്ങളെ പ്രണയം തട്ടിച്ച് ലൈംഗികാതിക്രമണം നടത്തുക, അല്ലെങ്കിൽ ലൈംഗിക ആരോപണങ്ങളാണ്. ഇന്ന് ഒരുപാട് ഇൻഫ്ലുവൻസസിനാണ് ഇന്നിപ്പോൾ ലൈംഗിക ആരോപണങ്ങൾ വരുന്നത്. ആ കൂട്ടത്തിൽ തൊപ്പിയുടെ കൂടെ നടന്ന് സന്തോഷ സഹചാരിയായി നടന്ന് തൊപ്പിയുടെ കൂടെ നടന്നുകൊണ്ട് മാത്രം പ്രശസ്തനായ പുള്ളിക്ക് വീഡിയോയും വ്ളോഗും ഒന്നും ഞാൻ പുള്ളിയുടെ ഇതുവരെ കണ്ടിട്ടില്ല. അച്ചായൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ വ്ളോഗും വീഡിയോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. എനിക്കൊന്ന് പൗർണമി കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. അപ്പോൾ ഈ തൊപ്പിയുടെ കൂടെ നടന്ന വലങ്കയായിട്ട് നടന്ന ഒരു വൈറ്റ് ആൻഡ് വൈറ്റ് ഷർട്ടൊക്കെ ഇട്ട് വലിയ ചെയിനൊക്കെ ഇട്ട് നടക്കുന്ന ഒരു അച്ചായൻ എന്ന പേരിലുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹത്തെ ഞാൻ പേഴ്സണലി നേരിട്ട് ഒരു പ്രോഗ്രാമിന് ഞാൻ കണ്ടിട്ടുണ്ട്. ബിഗ് ബോസിന്റെ ഒരു ഇവന്റിൽ ഞാൻ അദ്ദേഹത്തെ നേരിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. വേറെ പേഴ്സണൽ നമുക്ക് അടുപ്പമൊന്നുമില്ല, ജസ്റ്റ് കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ നേരിട്ട്. അപ്പോൾ അദ്ദേഹം ഒരു കല്യാണം കഴിക്കുകയുണ്ടായി. അതിന്റെ റീലും കാര്യങ്ങളും ചുംബന രംഗങ്ങളും ഒക്കെ അല്ലേ നമ്മൾ കാണുകയുണ്ടായി. അവരുടെ ഒരു ഇന്റർവ്യൂവും ഒരു ചാനലിൽ അവർ കൊടുത്തിരുന്നു. അതിനുശേഷം വിവാദങ്ങളുടെ ഒരു കരഘോഷമാണ് പിന്നെ അങ്ങോട്ട് പൊട്ടിപ്പുറപ്പെട്ടത്. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ, സാമ്പത്തിക തട്ടിപ്പ്, വിവാഹ തട്ടിപ്പ് കേട്ടിരുന്നോ പൗർണമി? കേട്ടിരുന്നു. അത് മറ്റൊന്നുമല്ല, ഇപ്പൊ ഈ ഒരു വിവാഹം വന്നതിന് ശേഷമാണ് കൂടുതൽ ഈ ആളെ പറ്റി അറിയാനും. കാരണം ഇതിന് മുൻപ് പല ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ വ്യക്തിയെ വ്യക്തിപരമായിട്ട് അറിയില്ലായിരുന്നു. വിവാഹത്തിന്റെ റീൽ മാത്രമല്ല, വിവാഹത്തിന് ശേഷമുള്ള കുറച്ച് രംഗങ്ങളും അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും കാണുമ്പോൾ ആർക്കാണല്ലോ അയ്യോ ഇതെങ്ങനെ ശരിയായി ഇങ്ങനെ സെറ്റായി എന്നുള്ളൊരു ചോദ്യമൊക്കെ ഉയർന്നിരിക്കാമല്ലോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പലരും ഇന്റർവ്യൂ എടുക്കാനൊക്കെ വന്നു. പിന്നെ തുടർന്നുള്ള ദിവസങ്ങളിലെല്ലാം ഇവരുടെ ഫേസുകൾ തന്നെയായിരുന്നു പല ഓൺലൈൻ മാധ്യമങ്ങളിലും കാണാൻ കഴിഞ്ഞത്. അങ്ങനെ ഇത് നിരന്തരം കണ്ടു. സ്വാഭാവികമായിട്ട് നമ്മൾ ആരാണെങ്കിലും നോക്കിപ്പോലും അങ്ങനെ നോക്കി ചെന്നപ്പോഴാണ് ഇന്ന ആളാണെന്നും കല്യാണം കഴിച്ച ഇത്ര വയസ്സുള്ള ഒരു കുട്ടിയാണെന്നും ഇതിന്റെ റീസൺ എന്താണെന്നും ഒക്കെ മനസ്സിലായത്. ഈ പറയുന്ന അച്ചായന്റെ വീട്ടിലൊരു അമ്മയാണുള്ളത്. അമ്മയ്ക്ക് സുഖമില്ലായിരുന്നു, ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു. ആ സമയത്ത് ഒരു വീഡിയോ ഒക്കെ ഈ കടൽക്കൊമ്പൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുള്ള ഒരാൾ വഴിയാണെന്ന് തോന്നുന്നു ഒരു വീഡിയോ, അതായത് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ ഇനിയും ഒരുപാട് പൈസ ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. 1 രൂപ പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒരുപാട് പേര് തീർച്ചയായിട്ടും സഹായിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ സഹായിച്ചതിനൊക്കെ ശേഷം തൊട്ടടുത്ത ദിവസം, അതായത് അമ്മ ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നതിന് ശേഷമായിരിക്കണം എന്ന് തന്നെയാണല്ലോ ആളുകളുടെ സഹായം കൈപ്പറ്റിയിട്ടുണ്ട്. അതിനുശേഷം പെട്ടെന്ന് തന്നെ കല്യാണം കഴിക്കുന്നു. അതിനുശേഷം പല റീൽസ് വരുന്നു, BMW കാറിൽ പോകുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് കണ്ടപ്പോൾ ആളുകളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചെങ്കിൽ അതിനൊരു എക്സ്പ്ലനേഷൻ പറയേണ്ടത് ഉത്തരവാദിത്തം ഇല്ലേ? ഈ പൈസ വാങ്ങിയിട്ടാണോ കല്യാണം കഴിച്ചത്? അങ്ങനെയൊക്കെയുള്ളൊരു ചോദ്യങ്ങൾ നിലനിന്നിരുന്നു. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് പല തർക്കങ്ങളും അല്ലെങ്കിൽ പല കാര്യങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായി. പക്ഷെ ആ ഒരു വീഡിയോയുടെ കാര്യം പറയുകയാണെങ്കിൽ അതിൽ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ അദ്ദേഹത്തിന്റെ അല്ല, ആ കാർ അദ്ദേഹത്തിന്റെ അല്ല, ഒരു ഫ്രണ്ടിന്റെ ആണെന്നൊക്കെ. പക്ഷെ അതൊന്നും അല്ല വിഷയം. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് പലരും ഇവരുടെ ഇന്റർവ്യൂ എടുക്കാനും ഒക്കെ വീട്ടിൽ വരുമ്പോൾ മെയിൻ കഥാപാത്രമായിട്ട് ഇപ്പം അമ്മയും ഈ പറയുന്ന യുവതിയെ പറ്റി ആരും പറയുന്നില്ല. പക്ഷേ പല കാര്യങ്ങളും ഇപ്പം ശാരികയാണെങ്കിലും മുൻപ് പറഞ്ഞു ഈ അച്ഛനെ ആ ഒരു ഇതിലേക്ക് കടന്നു വന്ന ആ വഴി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. അതായത് നമ്മുടെ ഈ പറയപ്പെടുന്ന അച്ചായനെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള വാർത്തകളാണ് നമ്മൾ കേട്ടത്. ഇതിനു മുമ്പ് അദ്ദേഹത്തിന് വിവാദങ്ങളിൽ ഉള്ളതിന്റെ കാര്യം, തൊപ്പിയുമായിട്ടുള്ള വിവാദങ്ങൾ കേട്ടു. പെണ്ണ് കേസൊന്നും വന്നിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന് കല്യാണം കഴിഞ്ഞ് കുറച്ച് ഭയങ്കര ഇന്റിമേറ്റ് സീൻസ് ഒക്കെ ആയിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് പല ചാനലുകളിലും ഈ റീൽസ് കട്ട് ചെയ്തിട്ടിരുന്നത്. അപ്പോൾ അതിനുശേഷം ഇദ്ദേഹത്തെക്കുറിച്ച് ഭയങ്കരമായിട്ടുള്ള മോശമായിട്ടുള്ള സ്ത്രീകളാണ്, അദ്ദേഹം ഒരു കല്യാണ തട്ടിപ്പുകാരനാണ്, ഇദ്ദേഹം ക്രൂരനായിട്ടുള്ള ഒരു പീഡകനാണെന്ന രീതിയിലൊക്കെയുള്ള വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. അത് വെറുതെ അങ്ങ് പറയുമല്ല. ഒരു ലേഡി, ജിനു എന്ന് പറഞ്ഞിട്ട് ഒരു ലേഡി വന്ന് അതിൻ്റെ കൃത്യമായിട്ടൊരു ചാനൽ ഇന്റർവ്യൂ, ഒരു 10, 20, 22 മിനിറ്റോളം നീളുന്ന ഒരു ഇന്റർവ്യൂ അവർ കൊടുക്കുന്നത്. അത് അവർ കരയുന്നുണ്ട്, കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ നേരത്തെയുള്ള റീൽസിലൊക്കെ ഇവരുടെ ഫോട്ടോ കണ്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ, ഇന്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അതുകൂടാതെ ഈ അച്ചായൻ BMW നടന്നതും, അല്ലെങ്കിൽ അച്ചായൻ ഈ ഫണ്ട്, അമ്മയുടെ ക്യാൻസർ ആ രോഗത്തിന് വേണ്ടി ഫണ്ട് പിരിച്ചതിനെ കുറിച്ചൊക്കെ നമ്മുടെ മൂപ്പൻസ് വ്ളോഗ്സിൽ അദ്ദേഹം വന്നിരുന്ന് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം നമ്മളും അത് കാണുമ്പോൾ ശരിയാണ്, BMW തൻ്റേതല്ല എന്ന് അച്ചായൻസ് ആ റീൽസിൽ എഴുതിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അച്ചായൻ. അതുകൂടാതെ ഈ ഫണ്ടിൻ്റെ ഡീറ്റെയിൽസ് പറയാനുള്ളൊരു മര്യാദ കാണിക്കണമെന്ന് മൂപ്പൻ വന്നിരുന്ന് അദ്ദേഹത്തിൻ്റെ ചാനലിൽ പറയുന്നുണ്ട്. എത്ര രൂപ കിട്ടി, നമ്മൾ മേടിക്കുന്ന പോലെ തന്നെ നമ്മൾ ആൾക്കാരുടെ പൈസ പറ്റുമ്പോൾ എനിക്ക് ഇത്ര ലക്ഷം രൂപ അല്ലെങ്കിൽ ഇത്ര രൂപ, ഇത്ര 10,000 എങ്കിൽ 10,000 നിങ്ങൾ എനിക്ക് തന്നല്ലോ, എന്തൊരു നന്ദി പ്രകടനമോ ഒന്നും പറയുന്നില്ല. അദ്ദേഹം ഒരു കാര്യങ്ങളും അച്ചായൻ പറഞ്ഞിട്ടില്ല. ഫണ്ടിന് റിക്വസ്റ്റ് ചെയ്തു, ആൾക്കാർ കൊടുത്തു, അത് സ്വീകരിച്ചു. അത് കഴിഞ്ഞിട്ട് അതുകൊണ്ടാണോ പലരും കമന്റിൽ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണോ നിങ്ങൾ ഇതൊക്കെ കല്യാണം കഴിച്ചത് പുട്ടടിച്ചത് എന്നൊക്കെ ചോദിക്കാം. അതിനൊരു എക്സ്പ്ലനേഷനും വന്നിട്ടുണ്ടായിരുന്നു. ഈ കല്യാണം നടന്നൊരു അമ്പലം ഉണ്ടല്ലോ, ആ അമ്പലത്തിൽ കല്യാണ ചെലവെന്ന് പറയുന്ന 6,000 രൂപ, അതെനിക്ക് ഇതിനകത്തുനിന്ന് കിട്ടിയിട്ട് വേണോ എന്നൊക്കെയുള്ള രീതി ആളുകളുടെ അടുത്ത് ബാഡ് ഇംപ്രഷൻ സൃഷ്ടിക്കുന്ന രീതിയിൽ സംസാരിച്ചു. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞപ്പോഴും സംഭവം ക്ലീൻ ആയി. ഓക്കെ, അച്ചായനും BMW കൂട്ടുകാരനാണ് കൊടുത്തത്, ഇതൊന്നും നിങ്ങളുടെ തെറ്റിദ്ധാരണ രീതിയിൽ പല ഓൺലൈൻ മീഡിയകളും വന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇദ്ദേഹം ഒരു കല്യാണ തട്ടിപ്പ് വീരനാണ്, ഇതിനു മുമ്പ് 3-4 വിവാഹം കഴിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് തെളിവ് നമ്മുടെ കയ്യിലില്ല. പക്ഷേ ഈ പറയപ്പെടുന്ന ജിനു എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു കാരണം, അദ്ദേഹത്തിന് അമ്മ എന്ന് പറയുന്നത് 10-80 വയസ്സുള്ള അമ്മയാണ്. ഒരു പാർട്ടിയിൽ വെച്ചിട്ടാണ് അച്ചായൻ ഈ ജിനുവിനെ പരിചയപ്പെടുന്നതെന്നാണ് പറയുന്നത്. ജിനു എന്ന് പറഞ്ഞ ഒരു ലേഡി, അവർ ഒരു ചെറുപ്പക്കാരിയാണ്, കണ്ടാൽ വലിയ പ്രായമൊന്നുമില്ല.
അന്ന് അച്ചായനെ കാണുമ്പോൾ ഇവർക്ക് അറിയില്ല അച്ചായൻ ആരാണ്, ഒരു കൂട്ടുകാരിയാണ് പരിചയപ്പെടുന്നതെന്ന് പറയുന്നു. അങ്ങനെ അവിടെ വെച്ചൊരു നമ്പർ കൈമാറുന്നു. നമ്പർ കൈമാറി കഴിഞ്ഞിട്ട് ശരിയാണ് അച്ചായൻ ഈ പറയുന്ന പോലെ പരിചയപ്പെടുമ്പോൾ നമ്മുടെ നമ്പർ ചോദിക്കുക. അത് എനിക്ക് പേഴ്സണലി അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ഫംഗ്ഷൻ ഒക്കെ ശരിയെ നമ്പർ ഒന്ന് തരുമോ, അല്ലെങ്കിൽ നമുക്ക് ഒരു ഇൻ്റർവ്യൂ ഒക്കെ നമ്മൾ ഇരിക്കണം എന്ന രീതിയിലാണ് നമ്പർ എൻ്റെ ഇടയ്ക്ക് എൻ്റെ നമ്പർ മേടിച്ചിട്ടുണ്ട് കേട്ടോ, ഞാൻ കൊടുത്തിട്ടുണ്ട്. കാരണം വേറൊന്നും കൊണ്ടല്ല, കോൺടാക്ട് ചെയ്തിട്ടൊന്നുമില്ല ഇന്നേ വരെ. പുള്ളി നമ്മളെ കോൺടാക്ട് ചെയ്യുക ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ജിനുവിൻ്റെ നമ്പർ വാങ്ങിക്കുന്നു. അപ്പോൾ അമ്മയ്ക്ക് സഹായത്തിനായിട്ട് അമ്മ ഭയങ്കര അവസ്ഥയിലാണ്, ഒരാളില്ലാതെ എനിക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല, അതുകൊണ്ട് ഒരു ഹോം നേഴ്സിനെ കൊടുക്കുമെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു അയ്യോ എനിക്കറിയില്ല, ഞാനൊന്ന് തിരക്കി നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ നിരന്തരം ഇത് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്ത് അച്ചായൻ വിളിക്കുകയാണ്. പിന്നെ അച്ചായൻ്റെ അമ്മ വിളിക്കുന്നു. അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തിൻ്റെ മനസ്സലിഞ്ഞിട്ട് പുള്ളിക്കാരത്തി പറയുന്നത് എൻ്റെ വീട്ടിലെ അവസ്ഥ, പുള്ളിക്കാരത്തിൻ്റെ വളരെ പാവപ്പെട്ട വീട്ടിൽ എന്തോ സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അപ്പോൾ പൈസയ്ക്കായിരിക്കുമല്ലോ ഉറപ്പായിട്ടും വിളിക്കുക. അപ്പോൾ എന്തായാലും ചെന്നു കണ്ടു, ഒന്ന് നീ വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് നാൾ സംസാരിച്ചതിൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്ത് ഈ ജിനു അവിടെ ചെല്ലുകയാണ്. അപ്പോൾ അമ്മ എന്ന് പറഞ്ഞാൽ 19 വയസ്സുള്ള അമ്മയാണ്, നമ്മളെ TV കാണുന്ന പോലെ തന്നെ മോളെ എന്ന് തികച്ചു വിളിക്കത്തില്ല. അത്രയും സ്നേഹസമ്പന്നയായി നമുക്ക് തോന്നുന്ന അമ്മയെന്നാണ് അവരതിനകത്ത് ഇൻ്റർവ്യൂവിൽ പറയുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. ഇറ്റ്സ് നോട്ട് മൈ വേർഡ്സ് അല്ല. സോ അതുകൊണ്ട് തന്നെ അവർ സംസാരിക്കുന്നത് അമ്മ അത്രയും സ്നേഹത്തോടെ നിർബന്ധിക്കുന്നു. അപ്പോൾ അവർക്ക് തോന്നിയോ അമ്മയുള്ള വീട്ടിൽ ഒരിക്കലും മോശപ്പെട്ട കാര്യങ്ങളൊന്നും സംഭവിക്കില്ല. അത് ആ പറഞ്ഞ കേട്ടപ്പോൾ ഇത് ചിരി വന്നു കേട്ടോ. ഇന്ന് അമ്മമാരുള്ള വീട്ടിലാണ് എല്ലാം മോശപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കുന്നത്. അതിൽ നമുക്ക് ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ല. അതെ, അപ്പോൾ അച്ചായനും അമ്മയും മാത്രമാണ് വീട്ടിലുള്ളത്. അമ്മയെ കാണുന്നു. അപ്പോൾ അമ്മയുടെ അവസ്ഥ കണ്ടപ്പോൾ എങ്കിൽ ശരി ഞാനായിട്ട് തന്നെ ഹോം നേഴ്സ് ആയേക്കാം, അല്ലെങ്കിൽ ഞാൻ അവരെ ഒന്ന് ടേക്ക് കെയർ ചെയ്യാൻ നിൽക്കുക, ഈ പെൺകുട്ടി സ്വയം നിശ്ചയിക്കുന്നു. സോ അച്ചായൻ റിക്വസ്റ്റ് കൂടെ അവർ കുറച്ച് ദിവസം അങ്ങനെ പോകുന്നു. ഭയങ്കര സ്നേഹമാണ്, ഭക്ഷണമായാലും കാര്യങ്ങളൊക്കെ ആയാലും എല്ലാം കൊടുക്കുന്നു ചെയ്യുന്നു. പിന്നീട് അങ്ങോട്ട് പുള്ളിക്കാരൻ്റെ സ്വഭാവം അങ്ങ് മാറുന്നു. എന്നുവെച്ചാൽ ഒരു അധികാരം പോലെ. പിന്നെ പുള്ളിക്കാരൻ രാത്രി 11 മണി 12 മണിക്കാണ് കയറി വരുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ ഒരു ദിവസം കൈ തീർത്ത് ഇവരുടെ നട്ടല് നോക്കി ചുമ്മാ ഒരു കാരണവുമില്ലാതെ ഇവർക്ക് ഫോണൊന്നും വരാൻ അനുവദിക്കത്തില്ല. എങ്കിൽ അവർ ജിനുവിനകത്ത് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഞാൻ അയാളുടെ ഭാര്യയല്ല, സഹോദരിയല്ല, ഫ്രണ്ട് മാത്രമാണ്. ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിലാണ് ഇവിടെ ഹോം നേഴ്സായിട്ട് നിൽക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ആരെയും വിളിക്കാൻ സമ്മതിക്കത്തില്ല, വീട്ടുകാരെ കോൺടാക്ട് ചെയ്യാൻ സമ്മതിക്കത്തില്ല, ഫോൺ മേടിച്ച് തല്ലിപ്പൊട്ടിക്കുന്നു. അങ്ങനെ ഒരു സ്വഭാവം കുറച്ച് നാളുകൾക്ക് ശേഷമാണ് അവർക്ക് വെളിപ്പെട്ടതെന്നാണ് മനസ്സിലായത്. അപ്പോൾ അതോടെ അവർക്ക് പേടിയായി. അപ്പോൾ ഇയാൾ ഇങ്ങനെ ഒരു ആക്രമണകാരിയാണോ, അപ്പോൾ തന്നെ അവിടെ നിന്ന് പോകാമെന്ന് തീരുമാനിച്ചപ്പോൾ അമ്മ കാല് പിടിക്കുന്നു. മോളെ നീ പോയാൽ എനിക്കിവിടെ ആരും ഉണ്ടാകത്തില്ല, നീ പോകരുത്, അവനൊരു അബദ്ധം പറ്റിപ്പോയത്, അവൻ ഇച്ചിരി ചൂടനാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അച്ചായൻ പിറ്റേ ദിവസം തന്നെ വേറൊരു കടയിൽ പോയി ഫോൺ മേടിച്ചു കൊടുക്കുന്നു. അതും കടവായിട്ടാണ് മേടിച്ചു കൊടുക്കുന്നത്. ആ കടക്കാരൻ ഇപ്പോഴും ജിനുവിനെ കാണുമ്പോൾ സങ്കടം പറയാറുണ്ടെന്നാണ് ആ പുള്ളിക്കാരത്തി പറയുന്നത്. ആ ചാനലിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇതെല്ലാം. അതും പറയുന്നുണ്ട്, അത് എനിക്ക് തന്നെ ഔദാര്യമല്ല, തനിക്കുള്ള ഫോൺ ശരിയാക്കി തരണം എന്നാണ് താൻ ആവശ്യപ്പെട്ടത്. അതെ, എന്നിട്ട് ഇതെല്ലാം സംഭവിക്കുന്നു. അതിനുശേഷം പിന്നെയും കാര്യങ്ങൾ തുടരുന്നു. അങ്ങനെ പിന്നെ പുള്ളിക്കാരൻ എല്ലായിടത്തും ഈ പറയുന്ന പോലെ എൻ്റെ ഫ്രണ്ടിന് അപ്പുറം ഇച്ചിരി കൂടി ഇൻറ്റിമേറ്റ് ആണെന്ന് കാണിക്കുന്നു. എന്നാൽ ജിനു പറയുന്നത് ജിനുവിന് അങ്ങനെയൊന്നുമില്ല, അമ്മയെ നോക്കാൻ വേണ്ടി നിന്ന ഒരു രീതി മാത്രമാണ്. എന്നാൽ അടുത്ത സുഹൃത്തും കൂടെയാണ് എന്ന് മാത്രമേ ജിനുവിനകത്ത് ഇപ്പോൾ പറയുന്നുള്ളൂ. അന്ന് അവരെങ്ങനെ എന്തൊക്കെയാണ് പറയുന്നത് നമുക്ക് അറിയില്ല. ഇത് അച്ചായൻ്റെ വേർഷൻ കൂടെ കേട്ടാലേ നമുക്ക് അറിയാൻ സാധിക്കുന്നുള്ളൂ. സോ അച്ചായൻ പുള്ളിക്കാരത്തിയെ പിന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈഫി ആയിട്ട് പരിചയപ്പെടുത്തുന്നു. അതൊന്നും പുള്ളിക്കാരത്തി എതിർക്കുന്നു. ഇത് നടക്കത്തില്ല, അതൊന്നും എനിക്ക് ഇഷ്ടമല്ല, എൻ്റെ വില പോകുന്ന പരിപാടിയാണ്, നിങ്ങൾ ഇതിന് അതൊക്കെ ചെയ്യുന്നു എന്ന് ചോദിക്കുന്നു. അങ്ങനെ പിന്നെയും അച്ചായൻ ഇവരെ ഉപദ്രവിക്കാൻ തുടങ്ങുന്നു. അതായത് അവളുടെ നട്ടല് നോക്കി ഒരു അടി ഒരു ദിവസം കൊടുത്തെന്നാണ്, ഒട്ടും പ്രതീക്ഷിക്കാതെ, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, അങ്ങ് ഉപദ്രവിക്കുക. അതായപ്പോൾ ഇവരങ്ങ് ഭയന്നു. പിന്നെ ഇവർക്ക് മനസ്സിലായി ഒരിക്കലും ഇനി മുന്നോട്ട് പോയി ശരിയാവത്തില്ല എന്ന രീതിയിലാകുന്നു. പിന്നെയും അമ്മ കാല് പിടിക്കുന്നു. അപ്പോൾ അവർ പറയുന്നത് അമ്മയും മകനും മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കുക, ആൾക്കാരെ സിമ്പതി, അതായത് സ്നേഹം കൊണ്ട് ലോക്ക് ചെയ്ത് ആൾക്കാരെ ടോർച്ചർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ആൾക്കാരാണ് അമ്മയും മോനും എന്നാണ് പറയുന്നത്. പണിക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു പണിക്കും പോകത്തില്ല. പിന്നെ അച്ഛൻ ഇവർക്ക് എന്തിനും അലിഗേഷൻ കൊടുത്തിട്ടുണ്ട്, ഇവർ 10 ലക്ഷം രൂപ പറ്റിച്ചെന്നോ മറ്റോ. പക്ഷെ അവർ പറയുന്നത് ഞാൻ കടം വാങ്ങിച്ചിട്ടുണ്ട് 1 ലക്ഷം രൂപ, അത് എനിക്ക് എവിടെയെങ്കിലും ലോൺ ചെയ്തു തരാവോ എന്ന് ചോദിച്ചപ്പോൾ, ലോൺ ഒക്കെ അറേഞ്ച് ചെയ്യാൻ ചോദിച്ചപ്പോൾ, നീ എന്തിനാണ് ലോൺ എടുക്കുന്നത്, അയാളെന്തോ സ്ഥലം വിറ്റതിൻ്റെ പൈസ തൽക്കാലം കടം കൊടുത്താണെന്നാണ് ഈ പറയപ്പെടുന്ന ജിനു പറയുന്നത്. ഇവരെന്തോ ഒരു 3-3.5 കോടി രൂപയുടെ കാര്യം എന്തോ പറയുന്നുണ്ട്. 3-3.5 കോടി രൂപയുടെ പറയുന്ന കാര്യം ഇവർ വേറെ ഒരു ലേഡിയായിട്ട് ഇയാൾക്ക് എന്തോ ഇടപാട് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കേസിൽ അവരിൽ നിന്ന് അച്ചാൻ വെട്ടിച്ചെന്നാണ് പറയുന്നത്. ഇവരുടെ കയ്യിൽ നിന്നല്ല, ജിനുവിന്റെ കയ്യിൽ നിന്നല്ല വെട്ടിച്ചിരിക്കുന്നത്. അപ്പൊ അവരാണ് ജിനുവിനെ വിളിച്ചതെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. എപ്പോഴും ഇവരെ വിളിക്കുമായിരുന്നു. അപ്പം അതും കൂടെ അറിഞ്ഞോടുകൂടി അച്ചാന് ഭയങ്കര ദേഷ്യമായി പോയെന്നാണ് പറയുന്നത്. അങ്ങനെ അവരവിടുന്ന് പേടിച്ച് അവർ സ്വന്തം വീട്ടിലേക്ക് പോവുക എന്നാണ് ജിനു വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ജിനു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ്. പക്ഷേ ഇതൊക്കെ അവരുടെ മാത്രം പാർട്ടാണ്. ഇതിനൊന്നും ഒരു മറുപടിയും അച്ചാനും ഒന്നും പറഞ്ഞിട്ടില്ലെന്നുള്ളതാണ്. പക്ഷേ പൊതുവിൽ അതുകൂടാതെ ഒരു ആരോപണം ഇപ്പോൾ വേറൊരു നമ്മുടെ കേസിന്റെ ചാനലിൽ വന്ന ഇറ്റ്സ് മീ കേസ് എന്ന് പറഞ്ഞ ഓൺലൈൻ ചാനലിൽ വന്ന സംഭവങ്ങൾ അതിനകത്ത് പറയുന്നത് വോയിസ് ഓവറാണ്. അതിനകത്ത് ഈ അച്ചായൻ്റെ അമ്മാവൻ്റെ 2 മക്കളെ വിവാഹം കഴിച്ചിരിക്കുന്ന ആൾക്കാരാണ് വന്ന് പറഞ്ഞിരിക്കുന്നത് ഇവന് മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കലാണ് പണി. ആദ്യത്തെ പെങ്ങളെ കല്യാണം കഴിച്ച ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. അവനെ മുതലാക്കി അവൻ്റെ ലാപ്ടോപ്പും കമ്പ്യൂട്ടറും ഒക്കെ കൊണ്ട് ഉപയോഗിക്കുമായിരുന്നു. സെക്കൻഡ് കഴിച്ചത് ഒരു ഗൾഫുകാരനെയാണ്. എപ്പോഴും പൈസയും ഫോണും കാര്യങ്ങളും ഒക്കെ വേണമെന്ന രീതിയിലാണ് മേടിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും അയാളും പറയുന്നത് ഇവൻ സ്ഥിരം ഇത് തന്നെ പരിപാടി, സെന്റിമെന്റ്സ് ഇറക്കി പാവപ്പെട്ട പിള്ളേരെ പറ്റിക്കുക, പെൺപിള്ളേരെ പറ്റിക്കുക, അവിടെ നിന്ന് പൈസ അടിച്ചു മാറ്റുക, പറ്റിച്ച് മറ്റുള്ളവരെ ജീവിക്കുക, പണിയെടുക്കാൻ പോകത്തില്ല. എന്നിട്ട് അയാളതിനകത്ത് ചോദിക്കുന്നുണ്ട് തണ്ടും തടിയുള്ളതല്ലേ. എനിക്കറിയില്ല, അച്ചാൻ ഇതിനൊക്കെ മറുപടി വന്ന് ഓൺലൈനിൽ പറയേണ്ടതാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല,
നമ്മളെ കുറിച്ച് ഒരാൾ അലിഗേഷൻസ് ചെയ്യുമ്പോൾ അതിനൊക്കെ ഞാനിപ്പോൾ പറയും നിവിൻ പോളിയാണ് അതിന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ. ആര് അലിഗേഷൻസ് നമ്മളെ കുറിച്ച് ചെയ്താലും നമ്മളെ കുറിച്ച് ഒരു ആരോപണം ഉന്നയിച്ചാലും മറുപടി പറയാനുള്ള ബാധ്യത നമുക്കുണ്ട്. കാരണം ഓൺലൈനിൽ ഇരുന്നാണ് നിങ്ങൾ എല്ലാവരും സംസാരിക്കുന്നത്. ഞാനും ഇപ്പോൾ എനിക്ക് സ്വന്തം ചാനലുണ്ട്. ഞാൻ ഈ പറയുന്ന പോലെ ന്യൂസ് ടി വിക്കാർക്ക് വന്നിട്ട് ആരോടും ഒന്നും പറയേണ്ട കാര്യമില്ല, ന്യൂസ് ചെയ്യുന്നവർക്ക്. പക്ഷേ സ്വന്തമായിട്ട് വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർക്ക് അതിനൊരു ബാധ്യതയുണ്ട്. കാരണം പബ്ലിക്കിനോട് പറഞ്ഞ് പബ്ലിക്കിൽ നിന്ന് പൈസ വാങ്ങിക്കുകയോ അല്ലെങ്കിൽ അവരെ കൺവിൻസ് ചെയ്യുകയോ അതിൻ്റെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് ജീവിക്കുകയോ ചെയ്യുന്ന ആൾക്കാർക്ക് ഇങ്ങനെയുള്ള അലിഗേഷൻസ് വരുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് പറയാനുള്ള ഒരു ഉത്തരവാദിത്വം, ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ഉണ്ട്. അത് അച്ചായൻസ് കാണിക്കണം. അച്ചായൻ കാണിച്ചാൽ മാത്രമേ ആൾക്കാർക്ക് മനസ്സിലാവുകയുള്ളൂ താങ്കൾ ഒരു പറ്റിക്കൽക്കാരനല്ല. അതല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ താങ്കൾക്കെതിരെ ഉറപ്പായിട്ട് നിയമ നടപടികൾ വരുമെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. കാരണം ആ കുട്ടി അങ്ങനെ, ജിനു അങ്ങനെ ഇരുന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഒരു പക്ഷേ എന്താണ് ഇതിന്റെ യഥാർത്ഥ സംഭവം എന്നുള്ളത് അച്ചായൻ തന്നെ ഒന്ന് പറയട്ടെ അല്ലേ? തീർച്ചയായും. കാരണം ഇത് മാത്രമല്ല, ഒരു സൈഡിൽ അച്ചായൻ നല്ലതാണ് അല്ലെങ്കിൽ അച്ചായനെ ഒരു അച്ഛനെ പോലെ കാണുന്ന ആളുകളുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ അവരുമായിട്ട് അപ്പം വേറൊരു സൈഡ് പറയുന്നുണ്ട് അച്ചായൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഒരു നന്മയുണ്ട്. ആ നന്മയുള്ളത് കൊണ്ടാണല്ലോ ഒരു പെൺകുട്ടി വന്നിട്ട് അച്ഛനെ പോലാണ് കാണുന്നത് എന്ന് പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ട്രോളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നുമല്ല, ഇപ്പോൾ മെയിൻ ആയിട്ടുള്ള ഒരു ആവശ്യം പറയുന്നത് അച്ചായൻ അങ്ങനെ എന്തെങ്കിലും തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കാര്യമാണ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീലിങ്സ് അവർ നടത്തേണ്ടതാണ്. പക്ഷേ മേജറായിട്ട് പറയുന്നത് ഈ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എന്തിനൊക്കെ ചിലവാക്കി അല്ലെങ്കിൽ എന്തൊക്കെ ഇനി ബാക്കിയുണ്ട് എന്ന് നാട്ടുകാരെ ബോധിപ്പിക്കാനുള്ള ഒരു ബാധ്യത അദ്ദേഹത്തിനുണ്ട്. എന്ത് തന്നെയായാലും ഇവരിപ്പോൾ വിവാഹം കഴിച്ച് ഒന്നിച്ച് ജീവിക്കുകയാണ്. ആ ജീവിതം നന്നായിട്ട് പോട്ടെ എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനൊപ്പം ഇത്തരമുള്ള വിവാദങ്ങൾക്ക് ഒരു പ്രതികരണം എന്നോണം അല്ലെങ്കിൽ താൻ ഇതിനകത്തൊന്നും കുറ്റം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സമൂഹത്തിന് മുന്നിൽ വന്ന് ഒരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് നമ്മളും ആഗ്രഹിക്കുന്നു.